സാറ് പിന്നെ എന്തിനാ ഇവിടുന്ന് ഇറങ്ങി പോയത്? കൊട ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് കൊടുത്ത ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആവശ്യമുള്ളതാന്ന്. കുഴിപ്പുറത്ത് പോണോടാ. ചേച്ചി കുഴപ്പത്തിൽ ഇന്ന് തന്നെ പോകണം നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊട എടുത്തോണ്ട് പോകും. ഞാൻ ഒരു 3 ദിവസം കഴിയുമ്പോ ചേച്ചി കൊട തിരിച്ചേരി പോരെ. 3 ദിവസോ? 3, 4, 5. അല്ല അതോടൊക്കെ സാറിന്റെ മറൈൻ ഡ്രൈവ് കറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മറൈൻ ഡ്രൈവ് കറക്കൂ? പിന്നെ അല്ലാണ്ട് എന്തായാലും മറൈൻ ഡ്രൈവ് കറക്കാം. മറൈൻ ഡ്രൈവ് പോയി കൊട തപ്പി കൊട എടുത്ത് ഫ്രണ്ടിന് കൊടുത്ത് വന്ന്. അത് ഞാൻ ചോദിക്കായിരിക്കുമായിരുന്നു. പോവാൻ നേരത്തെ സാർ ഈ ഡ്രസ് ഇട്ടിട്ടാണല്ലോ പോയത്. ഇതിപ്പോ എന്തോ പെട്ടെന്നൊരു രൂപമാറ്റം. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഡ്രസ്സ് മാറണ്ടോ? ഏത് സാഹചര്യ കേശു? കൊടുങ്കാറ്റടിച്ചടി. കൊടുങ്കാറ്റടിച്ച് ഭയങ്കര മഴ എല്ലാം കൂടെ അപ്പൊ അങ്ങനെ ഡ്രസ്സ് നനഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ കടയിൽ കയറിയിട്ട് പുതിയ ഡ്രസ്സ് അങ്ങ് എടുത്ത്. ആരാണ് സെലക്ട് ചെയ്തത്? അത് കണ്ടറിഞ്ഞൂടെ അവനാ സെലക്ട് ചെയ്തേന്ന്. ഒരു ബാക്കിങ്ങുള്ളത് ഒരു വൃത്തികെട്ട ഡ്രസ്സ്. രണ്ട് വഴിക്ക് എന്തായാലും മേടിച്ചു. അതാ പിന്നെ നേരെ ഒരു മര്യാദക്കുള്ള ഡ്രസ്സ് മേടിച്ചുകൂടി. പിന്നെ മഴ നനഞ്ഞ് കുളിച്ചതിനകത്ത് കയറി ഇരിക്കുമ്പോഴാണ് ഇനി ഞാൻ നോക്കി മേടിക്കണത്. മേടിച്ചിട്ട് വന്ന് ഇപ്പൊ പ്രശ്നമാണ്. അതൊക്കെ ഒരു പ്രശ്നമേ അല്ല. പക്ഷെ പ്രശ്നം വേറെ ഉണ്ടല്ലോ. എന്ത് വേറെ ഉണ്ടല്ലോ? എടാ കള്ളക്കിളവൻ കേശു, സത്യം പറ, രണ്ടാമത് നീ മെറിന്റെ കൂടെ അല്ലേ മറൈൻ ഡ്രൈവ് പോയത്? ഇതിപ്പം വല്ലാത്ത കഷ്ടമായില്ല. എന്തിനാണിത്? ഞാൻ ഈ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ മെറിലൂടെ മാത്രമേ പോകത്തുള്ളൂ. എനിക്കിന്ന് വേറെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? ഇല്ല മൊത്തം പൊമ്പിള്ളാരാ. അല്ല നീ എന്തിനാ ചൂടാവുന്നത്? പിന്നെ ഞാൻ ചൂടാവില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ ഞാൻ ചൂടാവില്ല. നിങ്ങൾ പോയെ. എനിക്ക് എന്റെ അമ്മൂമ്മയുടെ കൂടെ എവിടെ? അമ്മൂമ്മയുടെ കൊട മഴയും കാറ്റും ഒക്കെ അല്ലേ കാറ്റടിച്ച് പറന്നു പോയത്. കളഞ്ഞല്ലേ? എന്തായിരുന്നു വിളിക്കണേ? എന്താ? അമ്മൂമ്മയുടെ കൊടയില്ലേ കൊച്ചുമോൻ കൊണ്ടേ കളഞ്ഞ്. എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ കൊട കൊണ്ട് കളയല്ലേന്ന്. അയ്യോ അമ്മൂമ്മ കളഞ്ഞതല്ല, കൊടുങ്കാറ്റ് പറന്നു പോയതല്ലേ കേശു? അമ്മൂമ്മ ഭയങ്കര കാറ്റായിരുന്നു. അപ്പൊ അത് തളർന്നങ്ങ് പോയി. നീ എന്തോ ഇങ്ങനെ കിടന്ന് ചുമക്കുന്നേ? ചുമക്കൂലേ? ചുമച്ചാ പ്രശ്നം, ചുമച്ചില്ലേ പ്രശ്നം, കൊട പ്രശ്നം, ആ പ്രശ്നം, ഈ പ്രശ്നം. എനിക്ക് വയ്യ. എന്തായാലും എനിക്ക് സന്തോഷായി. എന്ത്? എന്റെ കൊട മാത്രല്ലല്ലോ പോയത്, അമ്മൂമ്മയുടെയും പോയില്ലേ? യേശു മര്യാദക്ക് എന്റെ കൊട കൊണ്ട് തന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുവേ. കൊടയല്ലേ, ഞാൻ അത് മേടിച്ചാലും തരാം. പ്രശ്നം കഴിഞ്ഞില്ലേ? 3 ദിവസം, 3 ദിവസം. അതിന്റെ ഉള്ളിൽ നീ എന്റെ കൊട കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. കൊട ഞാൻ തറയെന്ന് കുഴിച്ചെടുത്താലും കൊണ്ടു തരും. പോരെ? എന്തോ ഞൊണ്ടി പോന്നേ? എവിടെയോ തെന്നിയടിച്ച് വീണിട്ടുണ്ട്. ചേച്ചി റോഡില് മരം വീണ്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് മഴക്കാലത്ത് റോഡിൽ പോയി നിക്കരുതെന്ന്. പറഞ്ഞാ കേക്കരുത് കേട്ടോ പാറുവിന്. ഞാൻ റോഡിൽ പോയോണ്ടല്ലേ അറിഞ്ഞത്. പിന്നെ എവിടെയാ മരം വീണേ? അവിടെ. വലിയ മരമാണോ? വലിയ മരം. തെങ്ങല്ല. എന്നാ വാ നോക്കിട്ട് വരാം. പിന്നെ എന്തിനാ ഇവിടെ അങ്ങനെ ഇറങ്ങി നിൽക്കുക ചേച്ചി? അത് വല്ല ലൈൻ കമ്പിയുടെ മേളാണോ പൊട്ടി വീണേക്കണെന്ന് അറിയണ്ടേ? വല്ല അപകടമൊക്കെ ഉണ്ടായാലോ? വാ നോക്കിട്ട് വരാം. നിങ്ങൾ പോയി നോക്കിട്ടോ, എനിക്ക് അടുക്കളയിലെ ഒരുപാട് പണി കിടപ്പുണ്ട്. പോയിട്ട് വാ. கேசு கேசு எழுந்துருடா, உனக்கு தான் சுக்கு காப்பி கொண்டு வந்திருக்கேன். எழுந்துரு. ஐயோ அப்படி சொன்னா பத்தாது, எழுந்துருப்பா. അവിടെ വെച്ചേക്ക. டே எதுக்குடா மழையில போய் நனைஞ்சேன்? அதனால தானே காய்ச்சல் வந்தது. ഞാൻ നനഞ്ഞാണ്, മനഃപൂർവ്വം അല്ലല്ലോ. കൊടുങ്കാറ്റ് വന്നല്ലേ. കൊടുങ്കാറ്റാ? ഡേ ഹോസ്പിറ്റലിൽ പോലാമാടാ? കുഴപ്പമില്ല, മഴ നനഞ്ഞതിന്റെ ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ നോക്കാം. തീരെ കുറവില്ലെങ്കിൽ പിന്നെ നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. അമ്മാ இந்த ചുക്ക് കാപ്പി വേണ്ടാന്ന് தான் சொல்றான். കഞ്ചി എടുക്കവാ? അല്ല, അവൻ കുറച്ച് കഴിയുമ്പോ കുടിച്ചോളും. കിടക്കട്ടെ കുറച്ചു നേരം. എന്താ പറ്റിയ മമ്മയുടെ കേശുമോന്? മഴ നനഞ്ഞിട്ടായിരിക്കും, പനിയാന്ന് തോന്നുന്നു. പനിയാ? നന്നായി,
രണ്ടു ദിവസം എവിടെയും പോകാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുമല്ലോ. കേശേ കൊടുങ്കാറ്റ് എഫക്റ്റ് ആണോടാ? കൊച്ചു മയങ്ങുവാന്ന് തോന്നുന്നു, ശല്യപ്പെടുത്തല്ലേ. പാവം കേശേട്ടൻ. ചേച്ചിയുടെ ഈ കൊടശാപം കാരണം ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ, ഞാൻ എപ്പോഴും പറയാറില്ലയോ ലച്ചുവിന്റെ നാക്ക് കരുനാക്കാന്ന്. എന്നാലും ഇങ്ങനെ പ്രാവണ്ടായിരുന്നു ചേച്ചി, മോശമായി പോയി. ഞാൻ ശരിക്കും പ്രാകുന്ന ഇപ്പൊ നിനക്ക് കാണണോ? എന്തിന് ചുമ്മാ അടങ്ങി. ചുമ്മാ ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ, അവൻ കിടന്ന് ഉറങ്ങട്ടെ. വാ കനകം. നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂടുണ്ടോ? തുണിയൊക്കെ ഇതായി, ഞാനേ പോയി നനച്ചിട്ട് വരാം. ആ എന്റെ മരുന്നിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഇല്ലടാ, മരുന്നെടുത്തിട്ട് വരാം. ചേച്ചി ഇപ്പൊ തുണി നനച്ചു വരൂ കേട്ടാ. പാവം, ഉറക്കത്തില് പിച്ചിമ്പയൊക്കെ പറയണതാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.